കാണാതായ 13-കാരി പെൺകുട്ടിയുമായി കേരള പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. കുട്ടിയെ ഇന്ന് രാത്രി തന്നെ ശിശുക്ഷേമ സമിതിയിൽ പാർപ്പിക്കും. കുട്ടി നാടുവിട്ടു പോകാനുണ്ടായ കാരണം അന്വേഷിച്ച് ഇതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്നാണ് CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിഫ ബീഗം പറഞ്ഞത്. ഗോകുൽനാഥിന്റെ വിവരങ്ങളുമായി. ഗോകുൽ, പെൺകുട്ടിയുമായി തിരുവനന്തപുരത്തെത്തി ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരൊക്കെയുണ്ട് കൂടെ? തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നും കഴിഞ്ഞ 37 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാതാകുന്നത്. ശേഷം കുട്ടി ആസാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് പോലീസ് സംഘം കരുതുന്നത്. ഇപ്പോൾ രാത്രിയോടെയാണ് CWC സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടിയെ പാർപ്പിക്കും. നാളെ കുട്ടിയുമായി കേരള പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് കുട്ടി നാട് വിട്ടു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായി പരിശോധിക്കപ്പെട്ടിട്ടാണ് CWC ചെയർപേഴ്സൺ അടക്കം പറയുന്നത്. കുട്ടി മർദ്ദനത്തിനിരയായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം രണ്ടാനമ്മയാണ്, അതുപോലെ കുട്ടിയെ മർദ്ദനത്തിനിരയാക്കി, ക്രൂരമർദ്ദനത്തിനിരയാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ വിധേയമാക്കാൻ CWC തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കുട്ടിയുമായി കൗൺസിലിംഗ് സെഷൻ നടത്തേണ്ടതുണ്ട്. ഒപ്പം കുട്ടിയുടെ മൊഴി കൂടെ തേടേണ്ടതുണ്ട്. എന്നാൽ CWC അംഗം പറയുന്നത് കുട്ടിയുടെ രണ്ടാനമ്മയല്ല, മറിച്ച് അമ്മയാണ്. അത് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അമ്മ ശകാരിച്ചതാണ് കുട്ടി നാട് വിട്ടു പോകാൻ കാരണമായത്. തുടർന്നാണ് കുട്ടിയെ ഇത്തരത്തിൽ വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. ഏകദേശം ഒരു 34 മണിക്കൂറോളം സമയം അതിനായിട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ്. മാധ്യമ ശ്രദ്ധയൊക്കെ പോയ സമയത്ത് തന്നെ വലിയ ലീഡുകളില്ലാത്ത ഒരു കേസായിരുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ സമയത്ത് ഇത്തരത്തിൽ ആകെ ലീഡായത് പാറശാല സ്വദേശി ബബിത പകർത്തിയ ഒരു ചിത്രവും ഒപ്പം CCTV ദൃശ്യങ്ങളും മാത്രമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ ലീഡുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മൊത്തം. അതേ തുടർന്നാണ് കുട്ടി ഇത്തരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. തുടർന്ന് ചെന്നൈയിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചെന്നൈ, കന്യാകുമാരി അടക്കമുള്ളിടത്തേക്ക് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ കുട്ടിയുമായിട്ട് തിരിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരം തൈക്കാട് തന്നെയുള്ള കുട്ടികളുടെ CWCയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റും. തുടർന്ന് നാളെ തന്നെ ഇത്തരത്തിൽ കൗൺസിലിംഗുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനം. കുട്ടി അക്രമത്തിന് വിധേയമായിട്ടുണ്ടോ, മാതാപിതാക്കളിൽ നിന്ന് അക്രമം നേരിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് എന്തായാലും നടപടികളുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് സംഘം അറിയിക്കുന്നത്. CWCയും അത് തന്നെയാണ് അറിയിക്കുന്നത്. കഴക്കൂട്ടം CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 4-അംഗ സംഘത്തെ കേസ് അന്വേഷണത്തിനായിട്ട് നിയമിച്ചിരുന്നു. അത് മന്ത്രി V ശിവൻകുട്ടി അടക്കം അത്തരത്തിൽ ഇടപെടൽ നടത്തിയാണ് ഇത്തരത്തിൽ 4-അംഗ സംഘത്തെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും എല്ലാ മലയാളികളും ഈ ഇത്തരത്തിൽ ഈ കുട്ടിയെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയുമായി കേരള പോലീസ് സംഘം തിരികെ എത്തിയിരിക്കുന്നു. ഒരു ദിവസം ഇന്ന് രാത്രി ശിശുക്ഷേമ സമിതി അവിടെ പാർപ്പിച്ചതിന് ശേഷം കുട്ടിയുടെ എന്തിനാണ് കുട്ടി നാട് വിട്ടു പോയത് എന്നുള്ള കാരണങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്തേക്ക് സ്ഥിരമായി എത്തിക്കുകയുള്ളൂ എന്നാണ് CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിഫ ബീഗം പറഞ്ഞത്. ഗോകുൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.